കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വല്ലാത്ത ഒരു ക്ഷീണവും അസ്വസ്ഥതയൊക്കെ വരും. അത് കാരണം ജോലി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. ആളുകളോട് ഇടപെടുമ്പോൾ ഫോക്കസ് ചെയ്ത് അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. ഈ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 32 വയസ്സുള്ള IT പ്രൊഫഷണലായ യുവതി ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് പോയി അവശയായ ശേഷമാണ് വരുന്നത്. കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഈ ഒരു പ്രയാസം എന്നെ വിട്ടുമാറാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഇതിന് പല ഡോക്ടർമാരെ കാണിച്ചു, അസ്ഥിരോഗ വിദഗ്ധനെ കാണിച്ചു, ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു, ആയുർവേദത്തിൽ കാണിച്ചു, ഹോമിയോയിൽ കാണിച്ചു, പല സ്ഥലത്തും കാണിച്ചു. പക്ഷേ ഒരു മാറ്റം വരുന്നില്ല എന്നുള്ള ഒരു പരാതിയുമായിട്ടാണ് വരുന്നത്. ഈ ഡോക്ടർമാരെ കണ്ടവർ പലരും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിച്ചു. MRI അടക്കമുള്ള ടെസ്റ്റുകൾ, രക്തപരിശോധനകളൊക്കെ ചെയ്തു. അതിലൊന്നും കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ഈ പ്രയാസം മാറുന്നുമില്ല എന്നാണ് ആ സ്ത്രീയുടെ പരാതി. എന്താണ് അവരുടെ പരാതി? അവരുടെ പരാതി വേദനയാണ്. ശരീരത്തിൻ്റെ പുറം ഭാഗത്തുണ്ടാകുന്ന വിട്ടുമാറാത്ത വേദന. അത് തലയുടെ പുറകിൽ നിന്ന് ആരംഭിക്കുന്നു, കഴുത്തിൻ്റെ ഭാഗത്തേക്ക്, നടുവിൻ്റെ ഭാഗത്തേക്ക്, കാലുകളിലേക്ക് വിട്ടുമാറാതെ നിൽക്കുന്ന ഈ വേദന ചിലപ്പോൾ തീവ്രമാകുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല. ജോലിക്ക് പോകാൻ തോന്നില്ല, ഓഫീസിൽ പോകാൻ തോന്നില്ല, വർക്ക് ഫ്രം ഹോം എടുക്കും, വീട്ടിലിരുന്നു കൊണ്ട് പ്രോജക്റ്റ് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വല്ലാത്ത ഒരു ക്ഷീണവും അസ്വസ്ഥതയൊക്കെ വരും. അത് കാരണം ജോലി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പ്രോജക്റ്റുകളൊന്നും സമയബന്ധിതമായിട്ട് തീർക്കാൻ കഴിയുന്നില്ല. ഓഫീസിൽ നിന്ന് വഴക്ക് കിട്ടുന്നു. ഇത് ഡോക്ടർമാരെ കാണിച്ച് അവർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നു. വലിയ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഈ ടെസ്റ്റുകളിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ കൂടെയുള്ള വ്യക്തികൾ, ഭർത്താവും അമ്മയും അടക്കമുള്ള ബന്ധുക്കൾ പറയുന്നത്, ഒരു കുഴപ്പവും ഇല്ലല്ലോ നിനക്ക്, പിന്നെ നീ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ഒരു അവസ്ഥ? ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ശാസ്ത്ര ഭാഷയിൽ ഫൈബ്രോമയാൾജിയ എന്ന് പറയും. ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ചില വേദന ലക്ഷണങ്ങളാണ്. പക്ഷേ ആ വേദന ലക്ഷണങ്ങൾക്ക് പലപ്പോഴും സ്കാൻ എടുത്ത് നോക്കിയാലോ രക്തപരിശോധന നടത്തിയാലോ ഒന്നും കാര്യമായിട്ടുള്ള ശാരീരിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് വലിയൊരളവ് മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വേദന തന്നെയാണ്. ശരിക്കും സൊമറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം രോഗങ്ങളുണ്ട്. ഈ സൊമറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് പറഞ്ഞാൽ മനോജന്യ ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറയും. അതായത് മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന ചില ശാരീരിക ലക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഒരു അവസ്ഥ. ഇവർക്ക് വിട്ടുമാറാത്ത വേദനയാണ് എന്ന് ഞാൻ പറഞ്ഞു. എവിടേക്കായിരിക്കും ഇവരുടെ വേദന? തലയുടെ പുറം ഭാഗത്ത്. അത് പ്രത്യേകിച്ചും ഈ തലയുടെ പുറകിലുള്ള താഴെ ആ ഒരു ഭാഗത്തായിരിക്കും. കഴുത്തിൻ്റെ ഭാഗത്ത്, തോളിൻ്റെ ഭാഗത്ത്, നടുവിൻ്റെ ഭാഗത്ത്, ഇങ്ങനെ 2 സൈഡിലും ഒരുപോലെ ചിലപ്പോൾ തൊട്ട് നോക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുന്ന ചില പോയിൻറ്റുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്കാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊന്നും അവിടെ എങ്ങും പ്രത്യേകിച്ച് എല്ലുകൾക്കോ ഞരമ്പുകൾക്കോ മാംസങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് പരുക്കോ ക്ഷതമോ മുറിവോ അങ്ങനെ നീർക്കെട്ടോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് കാണുകയുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. പലപ്പോഴും ഇത് പല സ്ഥലങ്ങളിൽ മാറി കാണിക്കും. പലതരം വേദന സംഹാരികൾ കഴിക്കും. ഇതിലൊന്നും പൂർണ്ണമായൊരു മാറ്റം വരില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങാം. ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേക്കും പിന്നെ നമ്മുടെ പകൽ സമയത്തുള്ള കാര്യക്ഷമത വല്ലാതെ കുറയും. ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. ആളുകളോട് ഇടപെടുമ്പോൾ ഫോക്കസ് ചെയ്ത് അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. മറ്റൊരാൾ പറയുന്ന കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. ചിലപ്പോൾ ആദ്യത്തെ 2 വരി കഴിഞ്ഞ് നമ്മുടെ ശ്രദ്ധ അങ്ങ് പതറിപ്പോകും. അപ്പോൾ ആ ഒരു സംഭാഷണത്തിൻ്റെ തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് ദ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ജോലി സ്ഥലത്ത് മാത്രമല്ല, വ്യക്തിബന്ധങ്ങളിൽ പോലും അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് ഒരിക്കലും മാറാത്ത ഒരു രോഗാവസ്ഥയാണ് എന്ന് കരുതി ചിലപ്പോൾ തീവ്ര വിഷാദത്തിലേക്ക് ഇവർ വീണുപോകാൻ സാധ്യതയുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടുന്നൊരവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ വേദനയടക്കമുള്ള എല്ലാ ശാരീരിക സംവേദനങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറിലെ കോശങ്ങൾ, ന്യൂറോൺസ് അല്ലെങ്കിൽ മസ്തിഷ്ക കോശങ്ങൾ പറയും. 2 മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഇടവേള, അതിനെ സിനാപ്സ് എന്ന് പറയും.
ഈ സിനാപ്സ് എന്ന് പറയുന്ന പ്രദേശത്ത് ചില രാസവസ്തുക്കളുണ്ട്. അവയാണ് നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും സംവേദനങ്ങളും വികാരങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോറെപ്പിനെഫ്രിൻ എന്ന ഒരു മസ്തിഷ്ക രാസവസ്തുവുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ നോറെപ്പിനെഫ്രിനാണ് പലപ്പോഴും വേദന പോലെയുള്ള ശാരീരിക സംവേദനങ്ങളെ സ്വാധീനിക്കുന്നത്. തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കുറവാണെങ്കിൽ ചെറിയ വേദനകൾ പോലും പർവ്വതീകരിക്കപ്പെട്ട രീതിയിൽ നമുക്ക് അനുഭവപ്പെടും. കാര്യമായിട്ട് തട്ടോ മുട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പല ഭാഗങ്ങളിലും വേദനയുണ്ടാകും. ഈ വേദന പലപ്പോഴും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത വേദനയായിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. ഇതിനൊരു പരിഹാരമുണ്ടോ? പല ആളുകളും ചോദിക്കാറുണ്ട്. പരിഹാരമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്താണ് പരിഹാരം? നേരത്തെ സൂചിപ്പിച്ച പോലെ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കുറയുന്നതാണല്ലോ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ഈ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. ഇതിനോടൊപ്പം ചില വ്യായാമങ്ങളും സഹായകമാകും. പലപ്പോഴും ഇരിക്കുന്ന ഈ ശരീരഭാഷ, പോസ്ചർ, അതിൽ കുറച്ച് വ്യതിയാനങ്ങൾ കാണും. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കുനിഞ്ഞ് കഴുത്തൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് അങ്ങനെ ദീർഘനേരം ഇരിക്കുന്നതൊക്കെ ഇത്തരം വേദനകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഘടകങ്ങളാകാം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിവർന്നിരിക്കുക, തലയും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കുകയും കഴിയുന്നത്ര ദൂരത്തിലേക്ക് ആ കമ്പ്യൂട്ടർ സ്ക്രീൻ വെച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് ഏറ്റവും കുറച്ച് വെച്ച് നമ്മുടെ തലയും ആ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ആശ്വാസം കിട്ടും. അതിനോടൊപ്പം ചില ശാരീരിക വ്യായാമങ്ങളും ചില റിലാക്സേഷൻ വ്യായാമങ്ങളും ഉണ്ട്. അതും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നോറെപ്പിനെഫ്രിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീരഭാഷാ ക്രമീകരണങ്ങളും ചില റിലാക്സേഷൻ വ്യായാമങ്ങളും കൃത്യമായി ഉപയോഗിച്ചാൽ ഈ ഫൈബ്രോമയാൾജിയ എന്ന അവസ്ഥയെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമസ്കാരം.